കുറച്ച് ദിവസമായിട്ട് മനു പറയുന്നു കേട്ടോ അവൻ്റെ മുഖത്ത് എന്തൊക്കെയോ സീനുണ്ടെന്ന് അതൊന്ന് പരിഹരിക്കാൻ വേണ്ടി കേട്ടോ നമ്മൾ പോകുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് പോകേണ്ടതെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഗൂഗിൾ പറഞ്ഞു തന്നെ കേട്ടോ വൈൻ ഫ്രീസർ. എന്നാൽ പിന്നെ വൈൻ ഫ്രീസറിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ വൈൻ ഫ്രീസറിലേക്ക് പോകാം കേട്ടോ. വൈൻ ഫ്രീസറിൻ്റെ റിവ്യൂ നമ്മൾ ചെക്ക് ചെയ്തു കേട്ടോ. ചെക്ക് ചെയ്തപ്പോൾ അടിപൊളി റിവ്യൂസാണ്. എന്നാൽ പിന്നെ അവരുടെ വർക്കും കൂടെ കണ്ടേക്കാമെന്ന് വിചാരിച്ചു. മനു എന്തായാലും നല്ലൊരുക്കത്തില്ല. ആ സമയം കൊണ്ട് ഞാൻ എന്താക്കി ഉള്ള റിവ്യൂസ് മൊത്തം ചെക്ക് ചെയ്തു കേട്ടോ. ചെക്ക് ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇപ്പോൾ വയനാട്ടിലുള്ളതിൽ ബെസ്റ്റ് സെല്ലും വൈൻ ഫ്രീസറാണ്. അവരുടെ വർക്കും സൂപ്പറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. മനുവിൻ്റെ ഒരിക്കലും കഴിഞ്ഞ പാടെ തന്നെ ഞങ്ങൾ നേരെ പുൽപ്പള്ളിയിലേക്ക് ഇറങ്ങി കേട്ടോ. പോകുന്ന വഴിക്ക് ഗംഭീര ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലുണ്ടായിരുന്നു, അതിൻ്റെ വീട്ടിൽ ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ക്ലൈമറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. ഫൈനലി നമ്മളങ്ങനെ വൈൻ ഫ്രീസറിലെത്തി കേട്ടോ. ശ്രീദേവി ലോട്ടറി ടിക്കറ്റിൻ്റെ സൈഡിലുള്ള പടിയിലൂടെ കേട്ടോ നമ്മൾ കയറി പോവേണ്ടത്. എൻട്രൻസ് ആട്ടോ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ 2 റൗണ്ട് നടത്തപ്പോൾ തന്നെ എൻ്റെ കിളി പോയി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മനോഹരമായിട്ടാണെന്ന് അറിയാമോ അവരവർ ഇന്ത്യയിൽ ചെയ്ത് വെച്ചേക്കുന്നത്. എത്ര സൂപ്പറായിട്ടാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അതുപോലെയാണ് അവർ ഇന്ത്യയിൽ ചെയ്ത് വെച്ചേക്കുന്നത്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പം മനോഹരമാക്കിയ ഇപ്പോഴത്തെ പിള്ളേർ കാണാൻ തീരെ ചാൻസ് ഇല്ലാത്ത കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ കളക്ഷൻ സൂപ്പറായിരുന്നു കേട്ടോ. പണ്ടത്തെ TV, റേഡിയോ, ക്യാമറ, വിളക്ക്, അലറാം, അങ്ങനത്തെ കുറേ സാധനങ്ങൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെ. അതുമാത്രമല്ല 80s 90s സിനിമാ പോസ്റ്ററുകളും ഫേമസ് ആയിട്ടുള്ള കുറേ ആൾക്കാരുടെ ഫോട്ടോ ഫ്രെയിംസും എല്ലാം കൊണ്ടും ഇവരുടെ ഇന്ത്യയിലെ ഗംഭീരം തന്നെ കേട്ടോ. അതിനൊന്നും പറയാനില്ല. റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 10-ൽ 10 തന്നെ കൊടുക്കേണ്ടി വരും. ഫോട്ടോ ഫ്രെയിം സെലക്ട് ചെയ്ത കേസിൽ ഇവരൊരു കില്ലാടി തന്നെയായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരെ ഞാൻ എക്സ്പെക്ട് ചെയ്തെങ്കിലും ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത ഒരാൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആള് ബാബ്ലോ ആയിരുന്നു കേട്ടോ. കാരണം ബാബ്ലോയിനെ ഫോട്ടോ ഫ്രെയിം വെച്ചിട്ടുള്ളത് ആദ്യത്തെ വ്യക്തി ഇവരായിരിക്കും കേട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു സംഭവം ഗംഭീരമായിരുന്നു കേട്ടോ. ദേ നമ്മുടെ ബാബ്ലോ ബച്ചായിരിക്കുന്നു. സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഐഡിയ. ഇതാണ് നമ്മുടെ സ്വന്തം അനീഷ് ചേട്ടൻ. ഓണേഴ്സിൽ ഒരാളും കൂടിയാണ്. ഇനി 2 പേരും കൂടി ഉണ്ട്, അശ്വത്ത്, ആൽവിൻ. അനീഷ് ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂപ്പര് സിനിമയിലാട്ടോ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൂപ്പർക്കൊരു തല കിട്ടിക്കഴിഞ്ഞാൽ മൂപ്പരത് പണി തിറക്കും. അതാണ് മൂപ്പരുടെ ശീലം. ഒരു ഹെഡ് കിട്ടിയാൽ ആ ഹെഡ് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഒരാൾക്ക് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആവും എന്നുള്ളത് അനീഷ് ചേട്ടന് കറക്റ്റ് അറിയാം കേട്ടോ. അതാട്ടോ മൂപ്പരുടെ സ്പെഷ്യാലിറ്റി. ഈ അടുത്തിറങ്ങിയ കുറച്ച് പടങ്ങളിൽ മൂപ്പഴും വർക്ക് ചെയ്തിട്ടുണ്ടോ. അതുകൊണ്ട് തന്നെ മൂപ്പറുടെ എഫിഷ്യൻസി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. എന്നാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഒരു വർക്ക് മൂപ്പർ ചെയ്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ കാണിച്ചു കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ. ആ പയ്യൻ വന്നപ്പോഴേ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. എങ്ങനെ മുടി വെട്ടണം എന്നുള്ളത് അനീഷിൻ്റെ കിട്ടിയപ്പോൾ അനീഷിയുടെ സെറ്റ് ആക്കി കേട്ടോ. പിന്നെ ഇച്ചിരി കളറും കൂടി ചെയ്തപ്പോൾ ഹെയർ സൂപ്പറായി. എന്തായാലും വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു കേട്ടോ. ഇനി മുടി വെട്ടാൻ വൈൻ ഫ്രീസറിലായിട്ട് വരത്തുള്ളൂ. അനീഷേട്ടനെ കൊണ്ടേ മുടിയും വെട്ടിക്കത്തുള്ളൂ. കാരണം മൂപ്പയുടെ വർക്ക് അത്രയും സെറ്റാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. 1.5 മിനിറ്റിൽ ഈ വീഡിയോ തീരാത്തതുകൊണ്ടും വൈൻ ഫ്രീസറിനെ കുറിച്ചും മനുവിനെ കുറിച്ചും കുറച്ചും കൂടി പറയാനുള്ളതുകൊണ്ടും ഈ വീഡിയോ ഇവിടെ നിർത്തിയിട്ട് സെക്കൻഡ് പാർട്ട് കാണാം കേട്ടോ. ബൈ ഗൈസ്.